ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹാപ്പി ഫ്ലേവർ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇഫ്താർ സ്പെഷ്യൽ ഡ്രിങ്കാണ് സ്ട്രോബെറി മിൽക്ക് ഷേക്ക്. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുമേ. അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് ചെയ്തറിയിക്കാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാവേ. സ്ട്രോബെറി മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ടുള്ളത് സ്ട്രോബെറിയാണ്. അപ്പോൾ നമ്മൾ നല്ല ഫ്രീസ് ചെയ്തെടുത്തിട്ടുള്ള സ്ട്രോബെറിയാണ്. അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മൾ ഫ്രീസറിൽ വെച്ച് നല്ല ഫ്രീസ് ചെയ്തെടുത്ത സ്ട്രോബെറിയാണ്. അതാണ് നമ്മളിതാ ഇതേ കണക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാവേ. ഇതാ നമ്മൾ മിക്സിയിലേക്ക് സ്ട്രോബെറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പിസ്ത ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സ് ഉള്ളോ അത് ഇട്ട് കൊടുക്കാവേ. എൻ്റെ കയ്യിൽ ഇപ്പോൾ പിസ്ത ഉള്ളത് അതുകൊണ്ട് ഇട്ട് കൊടുത്ത്. നിങ്ങളിപ്പം കാഷ്യൂ ബദാമൊക്കെ ആണെങ്കിൽ അത് ഇട്ട് കൊടുക്കാവേ. ഇനി നമുക്ക് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള പാൽ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുപ്പിച്ച പാലാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. വെള്ളമൊന്നും ഒഴിക്കാണ്ട് നല്ല കട്ടിപ്പാൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പാൽ ഫ്രീസറിൽ വെച്ചിട്ടും ചേർക്കാവേ. പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര താല്പര്യമില്ലാത്തവർക്ക് തേൻ ചേർത്ത് കൊടുക്കാവേ. ഇപ്പം നമുക്കിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന തോട് കളഞ്ഞ ഏലക്കപ്പൊടിയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടുള്ളത് ഐസ്ക്രീമാണ്. ഐസ്ക്രീം ഓപ്ഷനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഏത് ഫ്ലേവർ വേണമെങ്കിലും എടുക്കാം. വാനില, ചോക്ലേറ്റ്, പിസ്ത, സ്ട്രോബെറി ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സ്ട്രോബെറിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് അടിച്ച് വെച്ച് നല്ല രീതിയിൽ ഒന്ന് അടിച്ചെടുക്കാം. ഇതാ നമ്മൾ നല്ല രീതിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കി പാലും കൂടെ ഒഴിച്ചു കൊടുക്കാവേ. ആദ്യമേ നമ്മൾ അടിക്കാൻ ആവശ്യമായിട്ടുള്ള പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ബാക്കി പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാവേ. അപ്പോൾ ദാ നമ്മൾ സ്ട്രോബെറി മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ വളരെ ഈസി ആയിട്ടും ടേസ്റ്റിയുമായിട്ടാണ് ഈ സ്ട്രോബെറി മിൽക്ക് ഷേക്ക് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ റെസിപ്പി ഇഷ്ടമായി പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് ചെയ്തറിയിക്കാൻ മറക്കണ്ട. അപ്പോൾ നമ്മൾ നോമ്പൊക്കെ മുറിച്ചിട്ട് ഈ ഒരു ഡ്രിങ്ക് കുടിച്ചാൽ നല്ല റിഫ്രഷിങ് ആയിട്ടിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേലിൽ കുറച്ച് ഐസ്ക്രീമും കൂടി ഇട്ട് കൊടുത്താലോ. നമ്മളൊരു ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാവേ. അപ്പം നമ്മൾ സ്ട്രോബെറി ഐസ്ക്രീമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മേലിൽ ഒരു കാണാൻ ഭംഗിക്ക് ഹെർഷീസിൻ്റെ ചോക്ലേറ്റ് സിറപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഐസ്ക്രീമും ചോക്ലേറ്റ് സിറപ്പൊക്കെ ഓപ്ഷനാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഈ സ്ട്രോബെറി മിൽക്ക് ഷേക്ക് അല്ലാതെ നമുക്ക് കുടിക്കാൻ പറ്റും കേട്ടോ. അത് രണ്ടും ടേസ്റ്റിയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ, കമൻറ്റ് കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തൊട്ടടുത്ത് കാണാൻ കുഞ്ഞെ ബെലൈക്കണും കൂടെ പ്രസ് ചെയ്തോളം നോഷൻ കൂടെ പ്രസ് ചെയ്താലേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പം ദാണ്ടെ അതിൻ്റെ മേലിൽ നമ്മൾ ഒരു ചോക്ലേറ്റ് സ്റ്റിക്കും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഇനി കാണാം. എല്ലാ സേഫായിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.